അങ്ങനെ ഒരിക്കൽ കൂടി കേരളം നാണം കെട്ടു. ഇക്കുറി കേരളത്തെ നാണം കെടുത്തിയത് മറ്റാരുമല്ല, നമ്മുടെ വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടിയാണ്. എങ്ങനെ എന്നല്ലേ, കഴിഞ്ഞ 3 വർഷമായി ബലം പിടിച്ചിരുന്ന PM ശ്രീ പദ്ധതിയിൽ ഞങ്ങൾ ഒപ്പിടില്ല എന്ന് വെല്ലുവിളിച്ചിരുന്ന ശിവൻകുട്ടി വിദ്യാഭ്യാസ സെക്രട്ടറിക്ക് നിർദ്ദേശം കൊടുത്തിരിക്കുന്നു, PM ശ്രീയിൽ ഒപ്പിടാം, നടപടിക്രമങ്ങൾ ആരംഭിച്ചു കൊള്ളുക എന്ന്. ഗതികെട്ടാൽ പുലി പുല്ല് തിന്നും എന്നൊരു ചൊല്ലുണ്ട്. ഇവിടെ ഗതികെട്ട് മാത്രമല്ല, നാണം കെട്ട് പുല്ല് തിന്നാൻ തയ്യാറെടുത്തിരിക്കുകയാണ്, അല്ലെങ്കിൽ പുല്ല് തിന്നു തുടങ്ങിയിരിക്കുകയാണ് കേരള സർക്കാരും കേരള സർക്കാരിൻ്റെ വിദ്യാഭ്യാസ മന്ത്രിയും. നമുക്കറിയാം, നേരത്തെ നമ്മുടെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ തന്നെ പല ആവർത്തി കേന്ദ്രത്തെ വെല്ലുവിളിച്ചിട്ടുണ്ട്. ഇത് കേരളമാണ്, നിങ്ങളുടെ തിട്ടൂരമൊന്നും ഇവിടെ നടപ്പാക്കാനാകില്ല, ഈ കേരളത്തിൻ്റെ അതിർത്തിക്ക് അപ്പുറത്ത് അതൊക്കെ, ഇങ്ങോട്ടതും കൊണ്ട് വന്നാൽ അതൊന്നും നടപ്പാക്കില്ല. നമ്മളിത് കേട്ടത് CAA സിറ്റിസൺഷിപ്പ് അമെൻമെൻറ്റ് ആക്ട് കൊണ്ടുവന്നപ്പോഴാണ്. അന്ന് ഈ CAA കേരളത്തിൽ നടപ്പാക്കില്ല, കേരളത്തിൽ അവർക്ക് വേണ്ടുന്ന അതായത് വേണ്ടത്ര രേഖകളില്ലാതെ ഇന്ത്യയിലേക്ക് വന്ന് രഹസ്യമായോ മറ്റോ ഇന്ത്യയിലേക്ക് വന്ന് ഇവിടെ നുഴഞ്ഞു കയറി കഴിയുന്ന ആൾക്കാരെ അവരെ പിടികൂടിയാൽ അവരെ താമസിപ്പിക്കുക ജയിലിലല്ല, അതിനുവേണ്ടി പ്രത്യേകം ഒരു ഡിറ്റൻഷൻ ഷെൽട്ടർ ഉണ്ടാക്കണം, ആ ഷെൽട്ടർ ഇവിടെ നിർമ്മിക്കണം എന്ന് പറഞ്ഞപ്പോൾ അന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായെ വെല്ലുവിളിച്ച നമ്മുടെ മുഖ്യമന്ത്രി പിണറായി വിജയനെ നമ്മൾ കണ്ടതാണ്. ഒടുവിൽ നാണം കെട്ട് ഡിറ്റൻഷൻ സെൻറ്റർ നിർമ്മിക്കുകയും അത് ഉദ്ഘാടനം ചെയ്യുകയും ചെയ്ത കാഴ്ചയും കേരളം കണ്ടു. അതിനുശേഷം നമ്മൾ കണ്ടത് പിണറായി മന്ത്രിസഭയിലെ മന്ത്രിമാരെല്ലാം, പ്രത്യേകിച്ചും 2ാം പിണറായി മന്ത്രിസഭയിലെ മന്ത്രിമാർ നിരന്തരം കേന്ദ്രത്തെ വെല്ലുവിളിക്കുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത്. 1ാം പിണറായി സർക്കാരിൻ്റെ കാലത്ത് അത്ര മൂപ്പിച്ചില്ല. G സുധാകരനെ പോലെയുള്ള മന്ത്രിമാർ പല സത്യങ്ങളും തുറന്നു പറയാൻ തയ്യാറായി. കേരളത്തിൽ റോഡ് വികസനം നടക്കുന്നത് കേന്ദ്രത്തിൻ്റെ പണം കൊണ്ടാണ്, അത് കേന്ദ്രത്തിൻ്റെ പണം വാങ്ങി സംസ്ഥാനം അത് ചെയ്യുന്നു എന്നേ ഉള്ളൂ, 90% പണവും ചെലവഴിക്കുന്നത് കേന്ദ്രമാണ്, കേന്ദ്രം ഫണ്ട് നൽകുന്നുണ്ട്, കൃത്യമായിട്ട് നൽകുന്നുണ്ട് എന്ന് അദ്ദേഹം തുറന്നു പറയാൻ തയ്യാറായി. അതേസമയം തൊഴിലുറപ്പ് പദ്ധതിയിലടക്കം കുടിശ്ശിക വന്നപ്പോൾ കേന്ദ്രം സംസ്ഥാനത്തിൻ്റെ കഴുത്തിന് പിടിക്കുന്നു, ശ്വാസം മുട്ടിക്കുന്നു, സാമ്പത്തികമായി വരിഞ്ഞു മുറുക്കുന്നു തുടങ്ങി നുണകൾ, കല്ലുവച്ച നുണകൾ, പച്ച നുണ പറഞ്ഞ് കേന്ദ്രത്തെ ചെളിവാരി എറിയാനാണ് സംസ്ഥാനത്തെ മറ്റു പല ശക്തികളും മറ്റു പല മന്ത്രിമാരും ഈ സർക്കാരും ഒക്കെ ഉത്സാഹം കാണിച്ചത്. അതുപോലെ തന്നെ ഈ CAA സിറ്റിസൺഷിപ്പ് അമെൻമെൻറ്റ് ആക്ട് കഴിഞ്ഞു വന്ന പല കാര്യങ്ങളിലും ഇതുപോലെയുള്ള നിലപാടുകൾ സ്വീകരിക്കുന്നത് നമ്മൾ കണ്ടു. കേരളത്തിൻ്റെ ആരോഗ്യമന്ത്രി ബഹുമാന്യയായ ശ്രീമതി വീണ ജോർജ്, അവർ ഒരു മാധ്യമപ്രവർത്തക കൂടിയാണ്. ആ മാധ്യമപ്രവർത്തനം പോലും മറന്നുകൊണ്ട് അവർ നിയമസഭയിൽ പറഞ്ഞതാണ്, ആയുഷ്മാൻ ആരോഗ്യ മന്ദിർ എന്ന് ബോർഡ് വയ്ക്കണം, കേന്ദ്രം ഫണ്ട് നൽകും, അപ്പോൾ നമ്മുടെ കേരളത്തിലെ പ്രാഥമിക പ്രൈമറി ഹെൽത്ത് സെൻ്ററുകൾ, അതുപോലെ കമ്മ്യൂണിറ്റി ഹെൽത്ത് സെൻ്ററുകൾ ഒക്കെയുണ്ട്, സാമൂഹിക ആരോഗ്യ കേന്ദ്രങ്ങൾ, പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങൾ, ഇതിൻ്റെയൊക്കെ പേര് മാറ്റി ആയുഷ്മാൻ ആരോഗ്യ മന്ദിർ എന്നാക്കണം എന്ന് കേന്ദ്രം നിർദ്ദേശിച്ചിട്ടുണ്ട്. അത് നടക്കില്ല, സാധിക്കില്ല എന്ന് കേന്ദ്രത്തിന് മറുപടി നൽകി എന്ന് വലിയ ഗീർവാണം മന്ത്രി നിയമസഭയിൽ തന്നെ മുഴക്കുന്നത് നമ്മൾ കണ്ടു. ഒടുവിൽ 2 കൊല്ലം കഴിഞ്ഞപ്പോൾ ഏന്തി വലിഞ്ഞ് നാണം കെട്ട് കാലു പിടിച്ച് മാപ്പ് പറഞ്ഞ് ആയുഷ്മാൻ ആരോഗ്യ മന്ദിർ എന്ന ബോർഡ് നമ്മുടെ പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങളുടെയും സാമൂഹിക ആരോഗ്യ കേന്ദ്രങ്ങളുടെയും ഒക്കെ കെട്ടിടങ്ങൾക്ക് മുകളിൽ സ്ഥാപിക്കുന്ന കാഴ്ചയും നമ്മൾ കണ്ടു. ഇങ്ങനെ ഈ വെല്ലുവിളി, വീരവാദം ഇതൊക്കെ മുഴക്കാനല്ലാതെ നടപ്പാക്കാൻ
ആ വെല്ലുവിളി ഏറ്റെടുത്ത് വിജയിപ്പിക്കാൻ കഴിയാത്ത ഒരു കൂട്ടം നട്ടല്ലില്ലാത്ത ആൾക്കാരാണ് കേരളം ഇന്ന് ഭരിക്കുന്നതെന്ന് വ്യക്തമാണ്. കേന്ദ്ര സർക്കാർ മറ്റൊന്നും ആവശ്യപ്പെട്ടില്ല. ഇത്തരത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പേര് വയ്ക്കണമെന്നാവശ്യപ്പെട്ടില്ല. നോക്കൂ, ഒരു പദ്ധതി കൊണ്ടുവരുമ്പോൾ ആ പദ്ധതിക്കൊരു പേരുണ്ട്. ആ പദ്ധതി അനുസരിച്ച് പണം വരുമ്പോൾ ആ പേരിൽ വേണം ആ പദ്ധതി അറിയപ്പെടേണ്ടത്. അതുകൊണ്ട് അതിൻ്റെ ബോർഡ് വയ്ക്കുന്നതിൽ എന്താണ് തെറ്റ്? നമുക്ക് ഈ സംസ്ഥാനവും കേന്ദ്രവും തമ്മിൽ ഏറ്റവും ആരോഗ്യകരമായ ഒരു ബന്ധത്തിൽ പോകുന്നതല്ലേ നല്ലത്? അത് സംസ്ഥാനത്തിന് പ്രത്യേകിച്ചും സാമ്പത്തികമായി വലിയ അരക്ഷിതാവസ്ഥയിൽ മുന്നോട്ട് പോകുന്ന, കടം കയറി മുടിഞ്ഞ് പാപ്പരായി നിൽക്കുന്ന കേരളത്തിന് ശമ്പളം കൊടുക്കാൻ പോലും, പെൻഷൻ കൊടുക്കാൻ പോലും വഴിയില്ലാതെ കിടന്ന് ബുദ്ധിമുട്ടുന്ന, അതിന് കടം വാങ്ങുന്ന, ഈ പിച്ചച്ചട്ടിയുമായിട്ട് നാടൊട്ടുക്ക് ഇരക്കുന്ന ഒരു ഭരണ സംവിധാനം നിലനിൽക്കുന്ന കേരളത്തിൽ ഈ കേന്ദ്രത്തിനോട് എന്തിനാണ് വെറുതെ ഈ യുദ്ധത്തിന് പോകുന്നത്? കല്ലിൽ കടിച്ചാൽ നിങ്ങളുടെ പല്ല് നഷ്ടപ്പെടുകയേ ഉള്ളൂ. അത് നിങ്ങൾ മനസ്സിലാക്കണമെന്നാണ് ഈ അവസരത്തിൽ പറയാനുള്ളത്. ഇവിടെ ഇപ്പോൾ PM ശ്രീ പദ്ധതി കേരളത്തിലെ 336 സ്കൂളുകൾക്ക് പ്രയോജനം ചെയ്യുന്ന, ഒരു സ്കൂളിന് ഏതാണ്ട് 1 കോടി രൂപ, 85 ലക്ഷം മുതൽ 1 കോടി രൂപ വരെ വർഷാവർഷം കിട്ടുന്ന പദ്ധതിയാണ് ആ PM ശ്രീ പദ്ധതി. അത് നടപ്പാക്കുമ്പോൾ ആ സ്കൂളിൻ്റെ തിരഞ്ഞെടുക്കപ്പെട്ട 336 സ്കൂളുകൾക്കാണ് ഈ പദ്ധതി കിട്ടുന്നത്. ആ സ്കൂളിൻ്റെ സമഗ്ര വികസനം, അവിടുത്തെ വിദ്യാർത്ഥികൾക്ക് എല്ലാ തരത്തിലുമുള്ള ഭൗതിക സാഹചര്യങ്ങൾ ഒരുക്കുക, അത് പഠന വിഷയത്തിലാകട്ടെ, പാഠ്യേതര വിഷയങ്ങളിലാകട്ടെ, അവരുടെ വ്യക്തിത്വ വികാസത്തിലാകട്ടെ, അതിലൊക്കെ ഒരു ആഗോള മത്സരാധിഷ്ഠിത ലോകത്ത് വിദ്യാർത്ഥികളെ അതിന് പ്രാപ്തരാക്കുന്ന തരത്തിൽ അവരെ സജ്ജരാക്കുന്ന ഒരു പദ്ധതിയാണ് സത്യത്തിൽ ഈ PM ശ്രീ കെയർ പദ്ധതി. ഞാനതിൻ്റെ വിശദാംശങ്ങളിലേക്ക് പോകുന്നില്ല. അതൊക്കെ ഒരുപാട് തവണ നമ്മൾ കേട്ടതാണ്, ചർച്ച ചെയ്തതാണ്. പക്ഷേ കേരള സർക്കാരിന് ഇതൊന്നും സമ്മതമല്ല. ഈ അന്ധമായ രാഷ്ട്രീയ വിരോധം മുൻനിർത്തി ഒരു പ്രത്യേക വോട്ട് ബാങ്കിനെ പ്രീതിപ്പെടുത്താൻ, അവരെ സംതൃപ്തരാക്കാൻ, അവരുടെ ആ വോട്ട് ബാങ്ക് പ്രീണനത്തിലൂടെ നേടിയെടുക്കാൻ ഒക്കെ വേണ്ടി ഇങ്ങനത്തെ വീരവാദങ്ങളും ഗീർവാണങ്ങളും അടിച്ച് സമയം കളഞ്ഞ് 2-3 വർഷം പുറകിലേക്ക് അടിച്ചു. അത് അല്ലാതെ മറ്റൊരു ഗുണവും ഉണ്ടായില്ല. നമ്മുടെ സമഗ്ര ശിക്ഷാ പദ്ധതി പ്രകാരം നമ്മുടെ സ്കൂളുകൾക്ക് കേന്ദ്രത്തിൽ നിന്ന് കിട്ടേണ്ട ഫണ്ടുണ്ട്. ഈ PM ശ്രീ കെയർ പദ്ധതിയിൽ ഒപ്പിടാത്തത് കൊണ്ട് സംഭവിച്ചത് ആ ഫണ്ടുകളെല്ലാം തടയപ്പെട്ടു. അത് സമയത്തിന് കിട്ടുന്നില്ല. ഏതാണ്ട് 1186 കോടി രൂപയാണ് മുടങ്ങിക്കിടക്കുന്നത്. ഇത് കിട്ടുമെന്ന് ഒരു ഉറപ്പുമില്ല. കഴിഞ്ഞ 3 വർഷം കൊണ്ട് കിട്ടേണ്ട തുകയാണ്. ആ തുക നേടിയെടുക്കാതെ ഈ ഇല്ലാത്ത എന്താ പറയുക, നുണക്കഥകൾ പറഞ്ഞ് ആൾക്കാരെ തെറ്റിദ്ധരിപ്പിച്ച് കാവ്യവൽക്കരണം കേന്ദ്ര സർക്കാർ നടപ്പാക്കുന്നു, ഇവിടെ കേന്ദ്രത്തിൻ്റെ RSSൻ്റെ അജണ്ട നടപ്പാക്കുന്നു എന്നൊക്കെ പച്ച നുണ പറഞ്ഞ്, ഈ നമുക്കറിയാം കേന്ദ്രം ഒരു സിലബസ് കൊണ്ടുവരുന്നത് എങ്ങനെയാണ്, അതിനൊരു മാനദണ്ഡമുണ്ട്, ഇതൊക്കെ നമുക്ക് അറിയുന്നതാണ്. പക്ഷെ അതിനെല്ലാം കാറ്റിൽ പറത്തിക്കൊണ്ട് ഇങ്ങനെ നഗ്നമായ രീതിയിൽ കള്ളം പറയുക, കാവ്യവൽക്കരണം എന്ന വാക്ക്, ഹിന്ദുത്വം എന്ന വാക്ക് ഒക്കെ സ്ഥാനത്തും അസ്ഥാനത്തും എടുത്ത് പ്രയോഗിച്ച് ഒരു പ്രത്യേക വിഭാഗത്തെ പ്രീതിപ്പെടുത്താനും ഒപ്പം നിർത്താനും വേണ്ടി കളിച്ച പൊറാട്ട് നാടകങ്ങളാണിതൊക്കെ. അവസാനം ഈ 2-3 വർഷം കഴിഞ്ഞ് ശ്വാസം മുട്ടി, സാമ്പത്തിക പ്രയാസം കൊണ്ട് നിക്കക്കള്ളിയില്ലാതെ നട്ടം തിരിഞ്ഞ് ശ്വാസം മുട്ടി ഈ സർക്കാർ തോറ്റ് മുട്ടിലിഴയുന്ന കാഴ്ചയാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ശിവൻകുട്ടിയാകട്ടെ, നമ്മുടെ മുഖ്യമന്ത്രി പിണറായി വിജയനാകട്ടെ, അതുപോലെ തന്നെ നമ്മുടെ ആരോഗ്യമന്ത്രി വീണ ജോർജ് ആകട്ടെ, ഈ ഒരു അച്ചിൽ, ഒരേ അച്ചിൽ വാർത്തതുപോലെ ഒരമ്മ പെറ്റ അളിയന്മാരെ പോലെ സംസാരിക്കുന്ന മന്ത്രിമാർ. നേരത്തെ ഈ PM ശ്രീ കെയർ പദ്ധതിയിൽ ഒപ്പിടാം എന്ന് പറഞ്ഞ് ഏതാണ്ട് ഒരു 3-4 മാസങ്ങൾക്ക് മുമ്പ് ക്യാബിനറ്റിൽ ഒരു ചർച്ച വന്നു. അന്ന് ഈ കേരളത്തിൽ ഒറ്റയ്ക്ക് മത്സരിച്ചാൽ മരുന്നിന് പോലും ഒരു MLA സൃഷ്ടിക്കാൻ കഴിയാത്തൊരു പാർട്ടിയാണ് CPI, കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ. അങ്ങനെ ഒന്ന് ഇന്ത്യയിൽ നിന്നുണ്ടോ എന്ന് തന്നെ സംശയമാണ്. ആകെ അതിനെക്കുറിച്ച് അറിയുന്നത് അവരുടെ അഖിലേന്ത്യാ നേതാവ് ഡാനിയൽ രാജ ഇടയ്ക്കിടയ്ക്ക് ചില പ്രസ്താവനകൾ ഇറക്കുമ്പോഴാണ്. അദ്ദേഹവും ഭാര്യ ആനി രാജയും ചേർന്ന് ചില പ്രസ്താവനകൾ ഇറക്കുമ്പോഴാണ് ഇങ്ങനൊരു പാർട്ടി ഇന്ത്യയിൽ ഉണ്ട് എന്ന് തന്നെ നമ്മൾ അറിയുന്നത്. ആ പാർട്ടിയുടെ ഇവിടെ കേരളത്തിൽ അവർ ഭരണകക്ഷിയുടെ ഘടകകക്ഷിയാണ്.
അവർക്ക് 2 മന്ത്രിമാരും ഒക്കെ ഉണ്ട്, 2-3 മന്ത്രിമാരും ഒക്കെ ഉണ്ട്. ആ മന്ത്രിമാരെല്ലാം കൂടി എതിർത്തു. ക്യാബിനറ്റ് മീറ്റിംഗിൽ വലിയ കോലാഹലമായി. വിദ്യാഭ്യാസ മന്ത്രിയെ ഒരു കാരണവശാലും ഇതിൽ ഒപ്പിടാൻ സമ്മതിക്കില്ല, ഞങ്ങൾ ഇതിനെ അനുകൂലിക്കില്ല, ക്യാബിനറ്റിൽ വിയോജിപ്പ് രേഖപ്പെടുത്തണം എന്നൊക്കെ പറഞ്ഞു വലിയ ബഹളമുണ്ടാക്കിയവരാണ്. അവസാനം ആ ക്യാബിനറ്റ് മീറ്റിങ്ങിൽ പിന്നീട് തീരുമാനിക്കാമെന്ന് പറഞ്ഞത് മാറ്റിവെച്ചു. അതാണ് ഇപ്പോൾ ഈ കഴിഞ്ഞ ദിവസം ഞായറാഴ്ച ആയിരുന്നിട്ട് കൂടി വകുപ്പ് സെക്രട്ടറിയോട് വിദ്യാഭ്യാസ മന്ത്രി ശിവൻകുട്ടി നിർദ്ദേശിക്കുകയാണ്, എത്രയും പെട്ടെന്ന് നടപടിക്രമങ്ങൾ ആരംഭിച്ചു കൊള്ളുക, നമുക്ക് അത് PM ശ്രീ പദ്ധതിയിൽ ഒപ്പിടാം, നമുക്ക് കിട്ടേണ്ട പണം കിട്ടണം, അതല്ലാതെ മുന്നോട്ട് പോകാൻ നിർവാഹമില്ല. കാരണം അധ്യാപകർക്കും അനധ്യാപകർക്കുമൊക്കെ ശമ്പളം മുടങ്ങുന്ന ഒരവസ്ഥയിലാണ് കേരളം മുന്നോട്ട് പോകുന്നത്. മറ്റ് നിവൃത്തിയില്ല, അവർ സമരത്തിനിറങ്ങും. തിരഞ്ഞെടുപ്പാണ് വരാൻ പോകുന്നത്. ഈ ഏതാണ്ട് 1 മാസം കഴിയുമ്പോൾ നമ്മുടെ തദ്ദേശ സ്ഥാപനങ്ങളിലേക്കും 4 മാസം കഴിയുമ്പോൾ നിയമസഭയിലേക്കും തിരഞ്ഞെടുപ്പ് നടക്കാൻ പോവുകയാണ്. ഈ സമയത്ത് ശമ്പള കുടിശ്ശിക ഉണ്ടായാൽ അത് വലിയ തിരിച്ചടിയായി മാറും. ശമ്പളം മുടങ്ങിയാൽ അത് സർക്കാരിന്, ഇടതുപക്ഷത്തിന് ഒക്കെ വലിയ കനത്ത തോൽവി സമ്മാനിക്കും എന്ന ഭയത്തിൽ നിന്നാണ് ഇപ്പോൾ ഈ PM ശ്രീ പദ്ധതി ഒപ്പിടാൻ തയ്യാറായത്, അല്ലാതെ മറ്റൊന്നും കൊണ്ടല്ല. അവസരം കിട്ടിയാൽ ഇനിയും കാവ്യവൽക്കരണമെന്നും ഹിന്ദുത്വവൽക്കരണമെന്നും RSS അജണ്ടയെന്നും ഒക്കെ പറഞ്ഞ് കേന്ദ്ര പദ്ധതികളെ വഴിമുടക്കാൻ ഈ ഗവൺമെൻറ് അവരാൽ കഴിയുന്ന എല്ലാം ചെയ്യും എന്ന് തീർച്ചയാണ്. ഒടുവിൽ നാണം കെട്ടി ഇതൊക്കെ ജനം കണ്ടുകൊണ്ടിരിക്കുകയാണ്. ആരോഗ്യവകുപ്പിൻ്റെ കേന്ദ്രങ്ങളിലെല്ലാം, ഈ പറയുന്ന ചികിത്സാ കേന്ദ്രങ്ങളിലൊക്കെ ഇപ്പോൾ ആയുഷ്മാൻ ആരോഗ്യ മന്ദിർ എന്ന് ബോർഡ് വെച്ച് തുടങ്ങി. ദ്രുതഗതിയിൽ വളരെ വേഗത്തിൽ ബോർഡുകൾ മാറ്റി സ്ഥാപിച്ചുകൊണ്ടിരിക്കുകയാണ്. കാരണം വലിയ തുകയാണ് കേന്ദ്രത്തിൽ നിന്ന് കിട്ടുന്നത്. ഇതിവിടുത്തെ സാധാരണക്കാർക്ക് സൗജന്യ ചികിത്സ ലഭിക്കാനുള്ള പദ്ധതിയാണ്. അതുപോലും അതിൻ്റെ ക്രെഡിറ്റ് ഒരുപക്ഷെ കേന്ദ്ര സർക്കാർ കൊണ്ടുപോയാലോ എന്ന് ഭയന്നിട്ടൊക്കെയാണ് ഈ കൂട്ടർ ഇതെല്ലാം ചെയ്യുന്നത്. ഇവർക്ക് ജനങ്ങളുടെ ഹിതമല്ല, ജനങ്ങളുടെ ക്ഷേമമല്ല, ജനങ്ങളുടെ ഐശ്വര്യമല്ല ഇവർ ലക്ഷ്യം വെക്കുന്നത്. അവരുടെ രാഷ്ട്രീയ നേട്ടം, അവരുടെ രാഷ്ട്രീയ വിജയം, ഇതൊക്കെ മാത്രമാണ് ഈ സർക്കാരും അതിലെ മന്ത്രിമാരും ലക്ഷ്യം വെക്കുന്നത്. അവർക്ക് ജനങ്ങളുടെ നന്മ ഒട്ടും തന്നെ താല്പര്യമില്ല എന്ന് തെളിയിക്കുന്നതാണ് ഇതൊക്കെ. ഇങ്ങനെ വർഷങ്ങൾ പാഴാക്കി കേരളത്തിന് കിട്ടേണ്ട ഫണ്ട് മുഴുവനും ലാപ്സാക്കി, അത് തൊഴിലുറപ്പിലാകട്ടെ, വിദ്യാഭ്യാസത്തിലാകട്ടെ, ആരോഗ്യത്തിലാകട്ടെ, റോഡ് നിർമ്മാണത്തിലാകട്ടെ, എന്തിലും ഈ പറയുന്നത് പോലെ കേന്ദ്രത്തിൻ്റെ ഫണ്ട് അനാവശ്യമായ സമരങ്ങളും വാഗ്വാദങ്ങളും വെല്ലുവിളികളും ഒക്കെ നടത്തി കേന്ദ്രത്തിൻ്റെ ഫണ്ട് ലാപ്സാക്കി കേരളത്തെ കൂടുതൽ ദാരിദ്ര്യത്തിൽ നിന്ന് ദാരിദ്ര്യത്തിലേക്ക്, കടത്തിൽ നിന്ന് കൂടുതൽ കടത്തിലേക്ക് നയിക്കാനല്ലാതെ മറ്റൊന്നിനും ഈ സർക്കാരിന് സാധിച്ചിട്ടില്ല എന്ന് വ്യക്തമാണ്. ഈ വൈകിയ വേളയിലെങ്കിലും മാറി ചിന്തിക്കാൻ വിദ്യാഭ്യാസ മന്ത്രിയും ആരോഗ്യമന്ത്രിയും തയ്യാറായതിനെ എന്തായാലും നമ്മൾ വളരെ നന്മയോടെ കാണുകയാണ്. തീർച്ചയായിട്ടും അവർക്ക് ഈ വൈകി ഉദിച്ച ബുദ്ധി ആണെങ്കിലും അത് കേരളത്തിന് നന്മ ചെയ്യും എന്ന് നമുക്ക് കരുതാം.